യരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശദിന മഹോത്സവം, ദശാവതാര ചാർത്ത് എന്നീ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രതന്ത്രി കണ്ഠരര് രാജീവര്, ബ്രഹ്മശ്രീ ബ്രഹ്മദത്തൻ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. യരുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശദിന മഹോത്സവവും ദശാവതാര ചാർത്തും ഫെബ്രുവരി 7 മുതൽ 16 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി കൊടിയേറ്റ് നടന്നു. ബ്രഹ്മശ്രീ ബ്രഹ്മദത്തൻ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. രാത്രി 8 മുതൽ അൻവർ സാദത്ത് നയിക്കുന്ന ഗാനമേള നടന്നു. രണ്ടാം തിരുവുത്സവ ദിനമായ ഫെബ്രുവരി 8 ശനിയാഴ്ച രാത്രി 8 മുതൽ ഹരിപ്പാട് നവദർശന അവതരിപ്പിക്കുന്ന നൃത്തനാടകം ശ്യാമമാധവം. മൂന്നാം തിരുവുത്സവ ദിനമായ ഫെബ്രുവരി 9 ഞായറാഴ്ച വൈകിട്ട് 4-ന് സോപാന സംഗീതം. രാത്രി 8 മുതൽ പിന്നണി ഗായിക അവനി അവതരിപ്പിക്കുന്ന ഗാനമേള. നാലാം തിരുവുത്സവ ദിനമായ ഫെബ്രുവരി 10 തിങ്കളാഴ്ച വൈകിട്ട് 4 മുതൽ നൃത്തനിലാവ്. രാത്രി 8 മുതൽ ഹിമ ഷിൻജോ നയിക്കുന്ന റഗാസ ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും. അഞ്ചാം തിരുവുത്സവ ദിനമായ ഫെബ്രുവരി 11 ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ ഫ്യൂഷൻ ഡാൻസ്. രാത്രി 8 മുതൽ ചലച്ചിത്ര പിന്നണി ഗായകൻ വിവേകാനന്ദൻ നയിക്കുന്ന ഗാനമേള. ആറാം ഉത്സവ ദിനമായ ഫെബ്രുവരി 12 ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് പുരസ്കാര സമർപ്പണം. കഥകളി ശ്രേഷ്ഠ പുരസ്കാരം ചിങ്ങോലി പുരുഷോത്തമന് സമർപ്പിക്കുന്നു. രാത്രി 8 മുതൽ മേജർ സെറ്റ് കഥകളി കഥ ദുര്യോധനവധം. ഏഴാം തിരുവുത്സവ ദിനമായ ഫെബ്രുവരി 13 വ്യാഴാഴ്ച രാവിലെ 6-ന് ഉരുളിച്ച വരവ് നടക്കും. 11-ന് ആനയൂട്ട്. 2 മുതൽ കാവടി ഘോഷയാത്ര. വൈകിട്ട് 3 മുതൽ പകൽപൂരം, പഞ്ചാരിമേളം എന്നിവ നടക്കും. 8 മണി മുതൽ താമരശ്ശേരി ബാൻഡിനൊപ്പം അനില രാജീവും ചേർന്ന് അവതരിപ്പിക്കുന്ന സംഗീത നിശ നടക്കും. 8-ാം തിരുവുത്സവ ദിനമായ ഫെബ്രുവരി 14-ന് വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ ഉരുളിച്ച വരവ്. 2 മുതൽ ഉത്സവ ഘോഷയാത്ര. വൈകിട്ട് 5-ന് ആധ്യാത്മിക പ്രഭാഷണം. രാത്രി 8 മുതൽ പിന്നണി ഗായകൻ സിദ്ധാർത്ഥ് മേനോൻ നയിക്കുന്ന ദി ബാക്കപ്പ് പ്ലാൻ അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ബാൻഡ് ഷോ നടക്കും. 9-ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 15 ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മുതൽ ഉത്സവ ബലി ദർശനം. വൈകിട്ട് 5 മുതൽ ഓട്ടൻതുള്ളൽ. രാത്രി 9 മുതൽ പള്ളിവേട്ട വരവ്. 10-ാം തിരുവുത്സവ ദിനമായ ഫെബ്രുവരി 16-ന് ഞായറാഴ്ച വൈകിട്ട് 4 മുതൽ പാഠകം. രാത്രി 10 മുതൽ പിന്നണി ഗായിക ലൗലി ജനാർദ്ദനൻ നയിക്കുന്ന ഗാനോത്സവം. പുലർച്ചെ 4-ന് ആറാട്ട്, എഴുന്നള്ളത്ത്, കൊടിയിറക്ക് എന്നിവ നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ദശാവതാര ചാർത്ത്, അന്നദാനം എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CDNet ന്യൂസ്, കായംകുളം.